Today the topic of our discussion is new criticism. New criticism. Criticism ലിറ്ററേച്ചറിനെ ശരിക്കും അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ലിറ്ററേച്ചർ tells us about a man himself and the ways in which he communicates. അതാണല്ലോ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ. Literary criticism went through various phases of development over the centuries. Over the many centuries, literary criticism went through various phases, various stages of development. നൂറ്റാണ്ടുകളായി ലിറ്റററി ക്രിറ്റിസിസം പല തലങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിൽ ഓരോ കാലഘട്ടത്തിലെ ലിറ്റററി ക്രിറ്റിസിസത്തിന് ഒരു പേരുണ്ട്. നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. ക്ലാസിസിസം അല്ലെങ്കിൽ ക്ലാസിക്കൽ ക്രിറ്റിസിസം, നിയോ ക്ലാസിസിസം, വിക്ടോറിയൻ ക്രിറ്റിസിസം, അതിനു മുമ്പ് റൊമാൻറ്റിക് ക്രിറ്റിസിസം, 20th century ക്രിറ്റിസിസം പഠിച്ചിട്ടുണ്ടല്ലോ. ലിറ്റററി ക്രിറ്റിസിസം went through various phases of development over the centuries. The West drew all its theory from classical Greek and Roman tradition. The West means Western countries drew, or Western countries were influenced by. The West drew all its theory, literary theory, from classical Greek and Roman tradition. Classical criticism എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് റോമൻ ട്രഡീഷൻ, അതിൽ നിന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ആശയം ഉൾക്കൊണ്ടിരുന്നത്. നമുക്കറിയാമല്ലോ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പം അതിൽ നമ്മൾ സോക്രട്ടീസിന് ശിഷ്യനായ പ്ലേറ്റോയുടെ ക്രിറ്റിസിസം പോലെയാണ് പഠിക്കുന്നത്. പ്ലേറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലിറ്റററി ക്രിട്ടിക്കൽ വർക്ക് ഓഫ് പ്ലേറ്റോ ഈസ് ദ റിപ്പബ്ലിക്. അപ്പം അതിൽ അദ്ദേഹത്തിൻ്റെ എനൗൺസിയേറ്റ്സ് ഹിസ് കോൺസെപ്റ്റ് ഓഫ് മിമീസസ് ഓർ ഇമിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഡിസേബിളായ അരിസ്റ്റോട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ വർക്ക് പൊയറ്റിക്സ്. പിന്നെ അതേ കാലഘട്ടത്തിൽ തന്നെ ഹൊറൈസ് ഉണ്ട്. റോമൻ ഹൊറൈസ്. ലോഞ്ചിനസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ വർക്കാണ് ഒരു ട്രീറ്റിസ്, ഹിസ് ട്രീറ്റിസ് ഓൺ ദി സബ്ലൈം. So these are the critical works during the classical period, or classical criticism are these. Then comes neoclassical period. നമുക്കറിയാമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ സർ ഫിലിപ്പ് സിഡ്നി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ വർക്ക് അപ്പോളജി ഫോർ പോയട്രി. അപ്പോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ലിറ്റററി മീനിങ് അല്ല. അപ്പോളജി മീൻസ് ഡിഫൻസ് ഫോർ പോയട്രി. അപ്പോളജി ഫോർ പോയട്രി എന്ന് വെച്ച് ഡിഫൻസ് പോയട്രി. പിന്നെ ജോൺ ഡ്രൈഡൻ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലിറ്റററി വർക്ക്സ് ആൻ എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസി. അതിലും പ്രധാനപ്പെട്ട ഒരു വർക്ക് പ്രിഫസ് ടു ദി ഫാബിൾസ്. Then comes Dr. Johnson. The most important works of Johnson are Preface to Shakespeare. ഷേക്സ്പിയറിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഷേക്സ്പിയറിൻ്റെ യൂണിറ്റീസിനെ കുറിച്ച് പറയുന്നു. ഷേക്സ്പിയറിൻ്റെ പ്ലേസിൽ ത്രീ യൂണിറ്റീസ് ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ അത് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരൊറ്റ പ്ലേ ഉള്ളത് ടെമ്പസ്റ്റ്. എന്നാലും ഷേക്സ്പിയറിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ജോൺസൺ ആദ്യമായി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഡിക്ഷണറി എഴുതിയുണ്ടാക്കി. 1775 ഡിക്ഷണറി എഴുതിയുണ്ടാക്കിയ ഡോക്ടർ ജോൺസൻ്റെ പ്രിഫസ് ടു ദി ഷേക്സ്പിയർ, ദെൻ ലൈവ്സ് ഓഫ് ദി ഇംഗ്ലീഷ് പോയറ്റ്സ്. ദീസ് ആർ ദി നിയോ ക്ലാസിക്കൽ ക്രിട്ടിക്കൽ വർക്ക്സ്. ദെൻ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ ക്രിറ്റിസിസം. അപ്പോൾ അതിൽ സാമുവൽ ടൈലർ കോൾറിഡ്ജ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ വർക്ക് അറിയാം, ബയോഗ്രഫിയെ ലിറ്റററിയ. PG ക്ലാസ്സിലൊക്കെ ഏതെങ്കിലും ഒരു ചാപ്റ്ററെ പഠിക്കാൻ കൊടുക്കുകയുള്ളൂ. ബയോഗ്രഫിയെ ലിറ്റററിയ. വേഴ്സ്വർത്തിൻ്റെ പ്രിഫസ് ടു ദി ലിറിക്കൽ ബാലഡ്സിൻ്റെ പ്രിഫസ്. ലിറിക്കൽ ബാലഡ്സ് നമുക്കറിയാം 1798 എഴുതിയത്. പ്രിഫസ് ടു ദി ലിറിക്കൽ ബാലഡ്സ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1800, 1800 പ്രിഫസ്. അതിലാണ് അദ്ദേഹത്തിൻ്റെ പോയട്രിയെക്കുറിച്ചുള്ള തിയറിയും പോയട്രിയെക്കുറിച്ചുള്ള ഡെഫിനിഷനും ഒക്കെ അടങ്ങിയിരിക്കുന്നത്. പിന്നെ വിക്ടോറിയൻ പോയറ്റ് മാത്യു ആർണൾഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ വർക്ക് ദി ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം അറ്റ് ദി പ്രസൻറ്റ് ടൈം എന്ന് പറയുന്ന കൃതി. ദി ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം അറ്റ് ദി പ്രസൻറ്റ് ടൈം. 20th century ക്രിറ്റിക്സ് ആണ്. അതാണ് ന്യൂ ക്രിറ്റിക്സിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലാണെന്നുണ്ടെങ്കിൽ T.S. എലിയട്ടിൻ്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന് പറയുന്ന കൃതി. അദ്ദേഹമാണ് രണ്ട് പ്രധാനപ്പെട്ട
ലിറ്റററി ഫ്രേസസ് കോയിൻ ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റീവ്, കൊറിലേറ്റീവ്, ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, ഒബ്ജക്റ്റീവ്, കൊറിലേറ്റീവ്. അദ്ദേഹം TS Eliot പറയുന്നുണ്ട് ഹാംലെറ്റ് ഈസ് എ ലിറ്റററി ഫെയിലിയർ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഇറ്റ് ലാക്സ് ഒബ്ജക്റ്റീവ്, കൊറിലേറ്റീവ് എന്ന് TS Eliot പറയുന്നുണ്ട്. അതിനുശേഷം FR Leaves, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ വർക്ക് അറിയാം, ന്യൂ ബെയറിങ്സ് ഇൻ ഇംഗ്ലീഷ് പോയട്രി. I.A. റിച്ചേർഡ്സ്, നമ്മുടെ ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ ഒരു അപ്പോസ്റ്റലായിരുന്നു I.A. റിച്ചേർഡ്സ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ഉണ്ട്. 1929 പബ്ലിഷ് ചെയ്ത പ്രാക്ടിക്കൽ ക്രിറ്റിസിസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്. So this is the evolution of a criticism. So the West drew all its theory from classical Greek and Roman tradition. Even the later schools of neoclassicism നമ്മൾ പറഞ്ഞു and romanticism, neoclassicismത്തിൻ്റെ പീരീഡ്, ഫിലിപ്പ് സിഡ്നിയുടെയും ഡ്രൈഡൻ്റെയും ഡോക്ടർ ജോൺസണിൻ്റെയൊക്കെ പീരീഡ്, ആൻഡ് നിയോക്ലാസിസം ആൻഡ് റൊമാൻറ്റിസിസം നമ്മൾ പറഞ്ഞു സാമുവൽ ടൈലർ ഗോൾജിൻ്റെയും പിന്നെ എഡ്സ്വർത്തിൻ്റെയും ലിറ്റററി തിയറീസ്. Romanticism, they relied on this ancient classical tradition. All these schools of neoclassicism and romanticism depended on this ancient classical tradition, classical literary criticism for their literary criticism. അപ്പോൾ ക്ലാസിക്കൽ ക്രിറ്റിസിസത്തെ ചുവട് പിടിച്ചായിരുന്നു 20ാം നൂറ്റാണ്ട് വരെ അല്ലെങ്കിൽ മോഡേൺ ഏജ് വരെ നമ്മുടെ ലിറ്റററി ട്രഡീഷൻ എന്ന് പറയുന്നത്. അണ്ടിൽ ദി മോഡേൺ ഏജ് ക്രിട്ടിക്കൽ പ്രാക്ടീസസ് വേർ സബ്ജക്റ്റീവ് ആയിരുന്നു, ആത്മനിഷ്ഠമായിരുന്നു. കമ്പാരിറ്റീവ് ക്രിറ്റിസിസം, ബയോഗ്രഫിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ പലതിനെ ആശ്രയിച്ചിരുന്നു. ഒരു കൃതി നമ്മൾ പഠിക്കുമ്പോൾ അത് കമ്പാരിറ്റീവായിട്ട് മറ്റു കൃതിയുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കും. കമ്പാരിറ്റീവ് ക്രിറ്റിസിസം, ഫിലിപ്പ് സിഡ്നിയും ഡ്രൈഡനും ഒക്കെ കമ്പാരിറ്റീവ് ക്രിറ്റിസിസത്തിൻ്റെ ആളുകളായിരുന്നു. ബയോഗ്രഫിക്കൽ, അത് മാത്രമല്ല പോയിറ്റിൻ്റെ അല്ലെങ്കിൽ ഡ്രമാറ്റിസ്റ്റിൻ്റെ ബയോഗ്രഫിയുമായിട്ട് ബന്ധമുണ്ടോ നോക്കും. ആൻഡ് ഹിസ്റ്റോറിക്കൽ, ചരിത്ര പ്രാധാന്യം, ആ കാലഘട്ടത്തിലെ ചരിത്രത്തിന് ഇതിനെന്ത് സ്വാധീനമുള്ളതെന്ന് നോക്കും. പക്ഷേ ഈ ന്യൂ ക്രിറ്റിസിസിൽ അതൊന്നും നോക്കുന്നില്ല, ടെക്സ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് പോയിറ്റിൻ്റെ അല്ലെങ്കിൽ ഡ്രമാറ്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ നോവലിസ്റ്റിൻ്റെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നില്ല, സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നില്ല, കമ്പാരിസൺ നോക്കുന്നില്ല, സബ്ജക്റ്റീവ് അല്ല ഒബ്ജക്റ്റീവാണ്. See, until the modern age, critical practices were subjective, comparative, biographical and historical. Modern critical theories marked a break in that tradition. Modern critical theories or new criticism marked a break in that tradition. In England, the modern critical theories were known as modernist or practical criticism. I.A. റിച്ചേർഡ്സണൊക്കെ പേര് കൊടുത്തത് പ്രാക്ടിക്കൽ ക്രിറ്റിസിസമാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഈ മോഡേൺ ക്രിട്ടിക്കൽ തിയറീസിൻ്റെ പേരെന്ന് പറയുന്നത് മോഡേണിസ്റ്റ് ക്രിറ്റിസിസം ഓർ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്നായിരുന്നു. ഇൻ റഷ്യ ഇറ്റ് ഡെവലപ്ഡ് ആസ് ഫോർമലിസം. റഷ്യയിൽ അതിൻ്റെ പേര് അല്ലെങ്കിൽ അത് ഈ മോഡേൺ ക്രിട്ടിക്കൽ തിയറീസിൻ്റെ പേര് ഫോർമലിസം എന്നായിരുന്നു. ആൻഡ് ന്യൂ ക്രിറ്റിസിസം വാസ് ദി അമേരിക്കൻ വേർഷൻ ഓഫ് ദി മോഡേണിസ്റ്റ് ക്രിട്ടിക്കൽ തിയറീസ്. അമേരിക്കക്കാരാണ് വാസ്തവത്തിൽ ഈ ന്യൂ ക്രിറ്റിസിസം എന്നുള്ള പേര് ഈ മോഡേണിസ്റ്റ് ക്രിട്ടിക്കൽ തിയറീസിന് കൊടുത്തത്. സോ വി ഷുഡ് റിമെമ്പർ ദാറ്റ് ക്രിട്ടിക്കൽ തിയറീസ് were known as modernist or practical criticism, and in Russia it developed as formalism. New criticism was the contribution of America. New criticism was American version of the same. New criticism, what is it? New criticism is a completely scientific approach. It is totally a scientific approach to the study of literature. New criticism has a scientific approach towards the study of literature. സാഹിത്യം പഠിക്കുന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ സമീപനമാണ് ന്യൂ ക്രിറ്റിസിസത്തിനുള്ളത്. ന്യൂ ക്രിറ്റിസിസം ഈസ് എ കംപ്ലീറ്റ്ലി സയൻറ്റിഫിക് അപ്രോച്ച് ടു ദി സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ. It inaugurated the trend of theoretical criticism. Actually, this new criticism inaugurated or opened the trend of theoretical criticism. Theoretical criticism എന്ന് പറയുന്ന ഒരു പുതിയ പന്താവ് വെട്ടി തുറന്നത് വാസ്തവത്തിൽ ഈ ന്യൂ ക്രിറ്റിസിസം ആയിരുന്നു. The approach of the new critics
is purely textual. The approach of the new critics is purely textual. Their approach was related to text. The approach of the new critics is purely textual, abstract, and interesting. Interesting means natural. Interesting and scholarly. അല്ലാതെ പാണ്ഡിത്യപരമല്ല. How was the approach of the new critics? The approach of the new critics is purely textual, related to text only, abstract, interesting and non-scholarly. The new critics treated literature as an autonomous entity. The new critics treated literature as an autonomous entity. Means independent entity. സ്വതന്ത്രമായ ഓട്ടോണമസ് ആയ ഒരു ഘടകമായിട്ടാണ് ലിറ്ററേച്ചറിനെ കണ്ടിരുന്നത്. അതല്ലാതെ അതിൻ്റെ ഓതറിൻ്റെ ജീവിതവുമായിട്ട് ബന്ധം, അദ്ദേഹം ജീവിച്ചിരുന്ന ആ സാമൂഹിക പശ്ചാത്തലവുമായിട്ട് ബന്ധം, ചരിത്രപരമായ ബന്ധം, ആത്മനിഷ്ഠപരമായ കാര്യങ്ങൾ, കവിയുടെ ആത്മകഥയാണ് കവിത അല്ലെന്നുണ്ടെങ്കിൽ കൃതി, അങ്ങനെയൊരു ബന്ധം ആരോപിക്കുന്നില്ല ന്യൂ ക്രിറ്റിക്സ്. ദറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ദറ്റ് ദേ ട്രീറ്റഡ് ലിറ്ററേച്ചർ ആസ് ആൻ ഓട്ടോണമസ് എൻറ്റിറ്റി, ലേയിങ് മച്ച് ഇമ്പോർട്ടൻസ്, ദേ ഗേവ് മച്ച് ഇമ്പോർട്ടൻസ് ടു ക്ലോസ് റീഡിങ്. അതിൽ വാക്കുകൾ വായിച്ച് മനസ്സിലാക്കുക. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി ഡിനോട്ടേറ്റീവ് ആസ് വെൽ ആസ് കനോട്ടേറ്റീവ് മീനിങ് ഓഫ് ദി ടെക്സ്റ്റ് ഓർ പാസേജ്. ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ പാസേജിൻ്റെ എല്ലാ അർത്ഥങ്ങളും, അതിൻ്റെ വാച്യാർത്ഥവും ആന്തരികാർത്ഥവും എല്ലാം മനസ്സിലാക്കുക. അതാണ് ന്യൂ ക്രിറ്റിക്സ് എംഫസൈസ് ചെയ്തത്. ദേ എംഫസൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്ലോസ് റീഡിങ്. ദേ gave much importance to close reading. For new critics, words within the text deserved attention. As far as new critics were concerned, words within the text deserved much attention. അവരുടെ അഭിപ്രായത്തിൽ ആ ടെക്സ്റ്റിലുള്ള പാസയിലുള്ള വേഡ്സിനാണ് പ്രാധാന്യം, വേഡ്സിനാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അല്ലാതെ മറ്റ് കവിയുടെ ആത്മകഥാപരമായ കാര്യങ്ങളോ പശ്ചാത്തലമോ സാമൂഹിക പശ്ചാത്തലമോ സാംസ്കാരിക കാര്യങ്ങളോ അല്ലെങ്കിൽ ചരിത്ര പശ്ചാത്തലമോ ഒന്നുമല്ല. മീനിങ്സ് derived from the outside text did not hold any importance. ന്യൂ ക്രിറ്റിക്സിനെ സംബന്ധിച്ച് ടെക്സ്റ്റിന് പാസേജിന് പുറത്തുള്ള മീനിങ്സിന് യാതൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. The movement of new criticism is indebted to several of its concepts to works like Principles of Literary Criticism and Practical Criticism by I.A. Richards. ഇംഗ്ലണ്ടിൽ അല്ലെ യൂറോപ്പിൽ ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ സ്ഥാപക നേതാവ് നമുക്ക് പറയാൻ കഴിയുന്നത് I.A. റിച്ചേർഡ്സ് ആണ്. ദി മൂവ്മെൻറ്റ് ഓഫ് ന്യൂ ക്രിറ്റിസിസം ഈസ് ഇൻഡറ്റഡ്. ഈ പ്രസ്ഥാനം ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഈ ക്രിറ്റിസിസത്തിലെ ഈ പ്രസ്ഥാനം കടപ്പെട്ടിരിക്കുന്നത് ഏതിനോടാണ്? ഫോർ സെവറൽ ഓഫ് ഇറ്റ്സ് കോൺസെപ്റ്റ്സ് ടു വർക്ക്സ് ലൈക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ബൈ I.A. റിച്ചേർഡ്സ്. പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് critical essays of T.S. Eliot gave pace to modernist criticism, and also critical essays by Hamlet's Problems തുടങ്ങിയ critical essays by T.S. Eliot gave a speed, gave a momentum to modernist criticism. ഈ modernist criticismത്തിന് ആക്കം കൂട്ടിയത് T.S. Eliot പോലെയുള്ള അവയുടെ critical essaysഉം കൂടിയാണ്. See, there are of course differences in approach among the new critics, modernist critics ആൻഡ് ഫോർമലിസ്റ്റ്. ഈ യൂറോപ്പിലെ ന്യൂ ക്രിറ്റിക്സും അതുപോലെ തന്നെ റഷ്യയിലെ ഫോർമലിസ്റ്റും മോഡേണിസ്റ്റ് ക്രിറ്റിക്സും തമ്മിൽ അമേരിക്കയിലെ ന്യൂ ക്രിറ്റിക്സും അതുപോലെ യൂറോപ്പിലെ മോഡേണിസ്റ്റ് ക്രിറ്റിക്സും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്രിറ്റിക്സും അല്ലെങ്കിൽ റഷ്യയിലെ ഫോർമലിസ്റ്റ് ക്രിറ്റിക്സിൻ്റെ അവരുടെ അപ്രോച്ചിൽ, അവരുടെ സമീപനത്തിൽ വ്യത്യാസമുണ്ട്. ഈവൻ ദോ ദർ ഈസ് ഡിഫറൻസ് ഇൻ ദർ അപ്രോച്ച് ടു ക്രിറ്റിസിസം, ദേ ഹാവ് സർട്ടൻ കോമൺ ട്രഡീഷൻസ്. ചില പൊതുവായ പാരമ്പര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? നമ്പർ 1 ഈസ് ഓട്ടോണമി ഓഫ് ടെക്സ്റ്റ്. സി ഓൾ ദീസ് ക്രിറ്റിക്സ് അപ്രൂവ് ഫോർ ദി ഓട്ടോണമി ഓഫ് ദി ടെക്സ്റ്റ്, ഇൻഡിപെൻഡൻസ് ഓഫ് ദി പാസേജ് ഓർ ദി ബുക്ക്. ആ ബുക്കിൻ്റെ അല്ലെങ്കിൽ പാസേജിൻ്റെ ഇൻഡിപെൻഡൻസ് അവരെ ഊന്നി പറയുന്നു എല്ലാവരും. നമ്പർ 1 ഒന്നാമത്തെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഫോർമലിസ്റ്റ് ആയാലും ന്യൂ ക്രിറ്റിക്സ് ആയാലും മോഡേണിസ്റ്റ് ക്രിറ്റിക്സ് ആയാലും എല്ലാവരും
ഷെയർ ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടർ ഓട്ടോണമി ഓഫ് ദി ടെക്സ്റ്റ്, ഇൻഡിപെൻഡൻസ് ഓഫ് ദി പാസേജ്. The text or the passage or the book is considered as an important entity. The text should be considered as an important entity. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി കരുതേണ്ടത് പാസേജ് ആണ്, അല്ലാതെ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകളോ അല്ലെങ്കിൽ കവിയുടെ ആത്മകഥാംശമൊന്നും അല്ല. This is the primary law of the new criticism, which is the primary or basic or the fundamental law of new criticism. The text should be considered as an independent entity. This is the primary law of new criticism. As Eliot puts it, Eliot in one of his essays says, a poem is primarily a poem but nothing else. Poem എന്ന് പറഞ്ഞാൽ ഒരു പോയമാണ്, നമുക്ക് വായിച്ച് ആസ്വദിക്കാനുള്ളൊരു പോയം, അല്ലാതെ വേറെ അതിനകത്ത് മറ്റ് സാമൂഹ്യ പശ്ചാത്തലമോ കവിയുടെ ആത്മകഥയോ ഒന്നും ചൂടുന്നിറങ്ങേണ്ട കാര്യമില്ല. T.S. Eliot, what did T.S. Eliot say? T.S. Eliot put it that a poem is primarily a poem and nothing else. A poem is basically a poem and nothing else. The biography and the temperament of the other, mood of the other, social conditions or social backgrounds of the time, social conditions of the time of writing, the work and effects produced on the reader, the work as well as the effects, its effects are produced on the reader, is of no importance. According to new critics, the biography, author biography, temperament of the author mood, social conditions of the time of writing, the work and effects produced on the reader is of no importance at all. And now the second factor which is shared by all the modern critics are close reading. Number 2, close reading. Close reading implies meticulous and uninterrupted interpretation of any text. What is close reading? Close reading implies meticulous. Meticulous means very clever. And uninterrupted means non-stop interpretation of any text. ഒരു പാസേജിനെ അല്ലെങ്കിൽ ഒരു ബുക്കിനെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷ്മതയോടെ അവധാനതയോടെ ഒരു ബ്രേക്കില്ലാതെ അത് മനസ്സിലാക്കുന്നതാണ് ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്ലോസ് റീഡിംഗ്. ക്ലോസ് റീഡിംഗ് ഇംപ്ലൈസ് മെറ്റിക്കുലസ് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എനി ടെക്സ്റ്റ്. ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ദാറ്റ് ഇൻവോൾവ്സ് കോംപ്രിഹെൻസീവ് അനാലിസിസ് ഓഫ് എ വർക്ക്. You know, close reading is a procedure. What kind of procedure? It is a procedure that involves comprehensive analysis. An analysis which makes out everything. An analysis which enables us to understand everything. But it is a procedure that involves comprehensive analysis of a work, giving special attention to its various components. ഒരു കൃതിയായാലും അതിൻ്റെ വേരിയസ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അതിലെ ഫിഗർ ഓഫ് സ്പീച്ച് ആയാലും ഗ്രാമർ ആയാലും സ്ട്രക്ചർ ആയാലും സിൻടാക്സ് ആയാലും അതിൻ്റെ ഇന്നർ മീനിങ് ഉൾപ്പെടെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മീനിങ്സ് ഉൾപ്പെടെ വിശദമായി മനസ്സിലാക്കുന്ന സമ്പ്രദായമാണ് ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. വൺസ് അഗൈൻ ഇറ്റ് ഈസ് എ പ്രൊസീജിയർ that involves a comprehensive analysis, an analysis which helps to understand everything. Comprehensive analysis of a work, implying giving special attention to. Close reading gives special attention to its various components. Emphasis is given to complete understanding of a word or a passage or its multiple meanings. എന്തായാലും ഒരു വാക്കായാലും ഒരു പാസേജ് ആയാലും ആ ഒരു പാസേജിൻ്റെ അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ മൾട്ടിപ്പിൾ മീനിങ്സ് ആയാലും പൂർണ്ണമായും മനസ്സിലാക്കി അതിൻ്റെ എല്ലാ തലങ്ങളും മനസ്സിലാക്കൽ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്ലോസ് റീഡിംഗ്. സോ emphasis is given. For what emphasis is given? Emphasis is given to complete total understanding of a word or passage or its multiple meanings. And number 3, the third factor which is shared by modernist critics, American new critics and Russian formalists, verbal principles. What do you mean by verbal? Verbal means wordly, related to words. വാക്കുകളെ സംബന്ധിക്കുന്നു.
The principles of new criticism are verbal. The principles of new criticism are verbal, related to words. Literature is regarded as a language of its own. സാഹിത്യം എന്ന് പറയുന്നത് തന്നെ ഒരു ലാംഗ്വേജാണ്. സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേക ലാംഗ്വേജ്, സയൻസിൻ്റെ വേറെ ഒരു ലാംഗ്വേജ്. വ്യത്യാസമുണ്ടല്ലോ. വി ഓൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. Literature is regarded as a language of its own. They clearly distinguish between, the languages of literature and others. Language clearly distinguishes between the language of science and the language of literature. So it clearly distinguishes between the language of science and the language of literature. വ്യത്യാസമാണല്ലോ. സാഹിത്യത്തിൻ്റെ ലാംഗ്വേജ് അല്ലല്ലോ സയൻസ്. സയൻസിന് അതിനകത്ത് ഉപമയും ഉൽപ്രേക്ഷയും മറ്റ് അലങ്കാരങ്ങളൊന്നുമില്ലല്ലോ. ദി ഓർഗാനിക് യൂണിറ്റി ഓഫ് ദി സ്ട്രക്ചർ ആൻഡ് മീനിങ്, ആ സിൻടാക്സും മീനിങ്ങും തമ്മിലുള്ള ആ ഒരു യൂണിറ്റിക്ക് പ്രാധാന്യമുണ്ട്. ദി ഓർഗാനിക് യൂണിറ്റി ഓഫ് സ്ട്രക്ചർ and meaning is given a great deal of importance. വാക്കുകളുടെ സ്ട്രക്ചറും അത് ഉൽപ്പാദിപ്പിക്കുന്ന മീനിങ്ങും തമ്മിൽ അഭേദ്യമായ ബന്ധം വേണം അല്ലേ? ഒരു സാഹിത്യ ലാംഗ്വേജ് പോലെ അല്ലല്ലോ സാഹിത്യ ലാംഗ്വേജ്. എന്താണ്? ദി ഓർഗാനിക് യൂണിറ്റി ഓഫ് സ്ട്രക്ചർ ആൻഡ് മീനിങ് ഈസ് ഗിവൺ എ ഗ്രേറ്റ് ഡീൽ ഓഫ് അറ്റൻഷൻ ഓർ ഇമ്പോർട്ടൻസ്. ന്യൂ ക്രിറ്റിസിസം ഫോക്കസസ് ഓൺ New criticism or modernist criticism focuses on the analysis of meanings and interpretations of words, figures of speech, etc. New criticism ഫോക്കസ് ചെയ്യുന്ന എന്തിലൊക്കെയാണ്? മീനിങ് വളരെ കീറി മുറിച്ച് തലനാരിഴ മുറിച്ച് പരിശോധിക്കല്. ആൻഡ് ദി ഇൻട്രാക്ഷൻസ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ഇൻട്രാക്ഷൻസ് ആൻഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. എങ്ങനെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആ അർത്ഥം ശക്തമാക്കുന്നതിൽ എങ്ങനെ സഹായിക്കുന്നു, അലങ്കാര പ്രയോഗങ്ങൾ, അതൊക്കെ. സോ ന്യൂ ക്രിറ്റിസിസം ഫോക്കസസ് ഓൺ ദി അനാലിസിസ് ഓഫ് മീനിങ്സ് ആൻഡ് ഇൻട്രാക്ഷൻസ് ഓഫ് വേർഡ്സ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, എക്സെട്ര. ആൻഡ് the fourth common factor is genre division is not important. As far as new critics are concerned, they do not attach much importance to genre divisions. Genre divisionsന് അല്ലെങ്കിൽ ഈ സാഹിത്യത്തിൻ്റെ ഈ ക്ലാസിഫിക്കേഷന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അവർ. എന്തായാലും ഒരേ രീതിയിലുള്ള അപ്രോച്ചാണ്. കവിതയാണെങ്കിലും നാടകമാണെങ്കിലും നോവലാണെങ്കിലും എല്ലാം ഒരേ രീതിയിലുള്ള അപ്രോച്ചാണ് അവർക്കുള്ളത്. അവർ അംഗീകരിക്കുന്നു, പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെന്ന് അവർ അംഗീകരിക്കുന്നു, വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് മാത്രം. The new critics acknowledge, they approve, they acknowledge various divisions of literature or genres. The new critics acknowledge various divisions of literature or genres, but it does not hold a prime importance. They do not consider the genres as something of prime or great importance. പ്രാധാന്യമുള്ള ഒന്നായിട്ട് കരുതുന്നില്ല. അവർക്കിപ്പോൾ കവിതയാണെങ്കിലും ചെറുകഥയാണെങ്കിലും നോവലാണെങ്കിലും ന്യൂ ക്രിറ്റിക്സിന് ഒരേപോലെയാണ്. ദി അരിസ്റ്റോട്ടേലിയൻ കോൺസെപ്റ്റ്സ് ഓഫ് പ്ലോട്ട്, ക്യാരക്ടർ ആൻഡ് തോട്ട് ആർ നോട്ട് റിഗാർഡ് ആസ് എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് എ ലിറ്റററി വർക്ക്. നമുക്കറിയാം, ക്ലാസിക് ക്രിറ്റിസിസത്തിലാണെന്നുണ്ടെങ്കിൽ അരിസ്റ്റോട്ടലിൻ്റെ പൊയറ്റിക്സിൽ പറയുന്നുണ്ട്, ഒരു ഡ്രാമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് പ്ലോട്ടാണ്, പിന്നെ ക്യാരക്ടർ, പിന്നെ തോട്ട്. പക്ഷെ ഇതിനൊന്നും ന്യൂ ക്രിറ്റിക്സ് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ദി അരിസ്റ്റോട്ടേലിയൻ കോൺസെപ്റ്റ്സ് ഓഫ് പ്ലോട്ട്, ക്യാരക്ടർ ആൻഡ് തോട്ട് ആർ നോട്ട് റിഗാർഡഡ് ആസ് essential components in literary work. As far as new critics are concerned, the linguistic elements, linguistic factors, linguistic entities like words, images and symbols, they form or make up a text. അതാ ഇവയെ മൂന്നുമാണ് ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത്, വാക്കുകളും ഇമേജസും സിംബൽസും. അതിപ്പോൾ വെദർ ഇറ്റ് ഈസ് എ പോയം, പ്രോസ് ഓർ ഡ്രാമ, വെദർ ഇറ്റ് ഈസ് എ പോയം, പ്രോസ് ഓർ ഡ്രാമ. പോയമായാലും കൊള്ളാം, പ്രോസ് ആയാലും കൊള്ളാം, ഡ്രാമ ആയാലും കൊള്ളാം. അല്ലാതെ
ഡ്രാമയ്ക്ക് ഒരു അപ്രോച്ച്, പോയട്രിക്ക് വേറൊരു അപ്രോച്ച്, പ്രോസ് വർക്കിന് വേറൊരു അപ്രോച്ച്, അങ്ങനെ ന്യൂ ക്രിട്ടിക്സ് പ്രാധാന്യം കൽപ്പിക്കില്ല. സോ ദിസ് ഈസ് വാട്ട് ഈസ് ന്യൂ ക്രിറ്റിസിസം ഓർ മോഡേണിസ്റ്റ് ക്രിറ്റിസിസം.